ഇനി ഇതിന്റെ ബിന്ദു കൃഷിയാണ് പോയി കണ്ടത്. ബിന്ദു കൃഷി കണ്ടതും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഒരാളെ കണ്ടു സംസാരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ബിന്ദു കൃഷ്ണയെ പുള്ളി തലയിൽ കൈവച്ച് ആശീർവദിക്കുന്നതാണ്, അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ബിന്ദു കൃഷ്ണക്ക് ഒരു കാര്യം കൂടി അറിയാം. ബിന്ദു കൃഷ്ണ മന്ത്രിയാകാനുള്ളൊരു കാരണം ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ളൊരു മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തത്, തുറന്ന് ഇപ്പം താങ്കളോട് പറഞ്ഞാൽ കൊല്ലത്തൊക്കെ മത്സരിക്കുന്ന പലരും ഇദ്ദേഹത്തെ നിരന്തരമായി വന്ന് കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ കൊല്ലത്തെ SNDP കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അപ്പോൾ SNDP വോട്ടുകൾ നിർണായകമാണെന്നുള്ളതുകൊണ്ടാണ്. അതല്ലാതെ പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോയി കാണിയില്ല. അതെന്താ കുഴപ്പമെന്നറിയാമോ? അവിടെ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്, അത് മുഴുവൻ വേണം, പ്ലസ് ഈ വോട്ടും കൂടി കിട്ടണം. അങ്ങനെയാണ് ബിന്ദു 16,000 വോട്ടിന് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ കണ്ടത് മാത്രം സത്യത്തിൽ ഇത് ബാക്കിയുള്ളവർ വിവാദമാക്കിയ കുഴപ്പമില്ല. പക്ഷെ കോൺഗ്രസിനകത്തുള്ള ഒരു വിവാദമാക്കരുത്. വിവാദമാക്കിയാൽ വരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനോടും എന്തിനാണ് സുകുമാരൻ നായരോടും ഒക്കെ മാത്രം ഈ നിലപാട്? നിങ്ങൾക്ക് ക്രിസ്ത്യൻ സമുദായത്തിനോടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനോടോ അതിലെ സമസ്തയിലെ നേതാക്കളോടോ അല്ലെങ്കിൽ ബിഷപ്പുമാരോടോ ഒന്നും ഈ നിലപാടില്ലല്ലോ എന്ന് പറയുന്നത് ചോദ്യമാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ BJP അടക്കമുള്ള ആളുകൾ ഇപ്പം ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്വന്തം അടിവേരിളക്കുന്ന പണിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇഴവ് വോട്ട് ബാങ്കുകളിൽ നിന്ന് വളരെ കുറവേ ഇപ്പോൾ കോൺഗ്രസിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വെറും അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പ്രജിതയുടെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു തവണ വെള്ളാപ്പള്ളി നടേശനെ കണ്ട്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഈ വർത്താനം ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹത്തെ കണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചോദിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഈ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാം. കാരണം എന്താ വെച്ചാൽ വേറൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. കേരളത്തിലൊരു MLA ആണ്, UDFൻ്റെ ഒരു MLA ആണ്. അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറയാൻ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പുള്ളി പിന്നെയും ഒരു 15-20 മിനിറ്റ് കൂടി ഞങ്ങളിരുന്ന് വർത്താനം പറഞ്ഞു. ആ സമയത്തൊക്കെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഫോട്ടോയും വരച്ചുകൊണ്ടൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യണം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ പല ആളുകളും വന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അദ്ദേഹത്തെ കാണുകയും മറ്റേ കൈമൊത്തുകയൊക്കെ ചെയ്യാറുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്.